ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൂപ്പർ ക്രൈം ത്രില്ലർ മൂവിയാണ് ബ്ലൈൻഡ് സ്പോട്ട്. വളരെയധികം സസ്പെൻസ് നിറഞ്ഞ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ദിവ്യ എന്ന പെൺകുട്ടി തന്റെ കുട്ടിയുമായി ജനലരികിൽ ഇരിക്കുന്നതാണ്. അവളുടെ ഹസ്ബൻഡ് വരുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇന്ന് ഏത് സ്ത്രീയുടെ കൂടെയാ കിടക്കാൻ പോകുന്നതെന്ന്. ദിവ്യ ഷൗട്ട് ചെയ്യുമ്പോഴൊക്കെ ഹസ്ബൻഡ് ജയറാം ഒന്നും തന്നെ മിണ്ടിയിരുന്നില്ല. നീ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ജയറാം പോകുന്നു. ദിവ്യ വീണ്ടും അയാളുടെ പുറകെ നടന്ന് ഓരോന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നു. അതിനിടയിൽ ജോലിക്കാരി വന്ന് മിണ്ടാതിരിക്കൂ മാഡം എന്ന് പറയുന്നതും ജോലിക്കാരിയെ അവൾ തല്ലുന്നു. കണ്ടുനിന്ന ജയറാം ദിവ്യയെ തല്ലുന്നു. പിന്നീട് ജയറാം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് എയർപോർട്ടിൽ പോവുകയും ദിവ്യ കുഞ്ഞിനെ താഴെ വെച്ച് വീടിന്റെ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. കുഞ്ഞിനെ എടുത്ത് മുകളിൽ പോയ ജോലിക്കാരി കാണുന്നത് തൂങ്ങി മരിച്ച ദിവ്യയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയ വിക്രമിനെയാണ്. പോലീസ് ഓഫീസറായ വിക്രമും കോൺസ്റ്റബിൾ രാംബാബുവും ചേർന്നാണ് ഇൻവെസ്റ്റിഗേഷന് വരുന്നത്. വിക്രം ദിവ്യയുടെ റൂം സെർച്ച് ചെയ്യുമ്പോൾ താഴെ നിന്ന് ഒരു ചെറിയ കല്ല് കിട്ടുന്നു. കമ്മലിന്റേതോ മാലയുടേതോ ആവാം. അത് എവിഡൻസ് ആയി എടുക്കുന്നു. ജോലിക്കാരിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. കവിളിലെ പാടെന്താണെന്ന് ചോദിക്കുമ്പോൾ ജോലിക്കാരി നടന്നതെല്ലാം പറയുന്നു. എയർപോർട്ടിലേക്കാണ് ജയറാം പോയതെന്നറിഞ്ഞ വിക്രം തന്റെ ആളുകളോട് ജയറാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. ഇത് സൂസൈഡ് അല്ല, മർഡർ ആണ്. ഇത് കേട്ട് ജോലിക്കാരി ഞെട്ടി. ദിവ്യയെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ദിവ്യ ഒരു ഓർഫനാണ്. ജയറാമിന് റിലേറ്റീവ് ആയിട്ട് ഒരു അനിയൻ മാത്രം, ആദിത്യ എന്നാണ് പേര്. നെക്സ്റ്റ് സീനിൽ ആദിത്യയെ കാണിക്കുന്നു. ഒരു NI ഓഫീസർ ട്രെയിനിയാണ് ആദിത്യൻ. NI ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ട്രെയിനിങ്ങിന്റെ തിരക്കിലായിരുന്ന സമയത്താണ് ആദിത്യനെ വിവരം അറിയുന്നത്. ഉടൻ വീട്ടിലെത്തി ആദിത്യനെ വിക്രം ചോദ്യം ചെയ്യുന്നു. ആദിത്യനോടും വിക്രം പറയുന്നുണ്ട് ഇത് സൂസൈഡ് അല്ല, മർഡർ ആണെന്ന്. എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുമെന്ന് ആദിത്യൻ വിക്രമിനോട് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ദിവ്യയുടെ കാലിലൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. എന്നാൽ അവൾ സൂസൈഡ് ചെയ്യാൻ യൂസ് ചെയ്ത ചെയറിൽ ബ്ലഡ് സ്റ്റെയിൻ ഇല്ല. അതിനർത്ഥം അവൾ ആ ചെയറിൽ നിന്നിട്ടില്ല. സൂസൈഡ് ചെയ്യാനാണെങ്കിൽ അടുത്തുള്ള ഷോൾ എടുക്കാമായിരുന്നു. എന്നാൽ കയറിലാണ് തൂങ്ങിയത്. കഴുത്തിലാണെങ്കിൽ നഖം കൊണ്ട് മുറിഞ്ഞ പാടുകളും ഉണ്ട്. ഇതിനിടെ ലക്ഷ്മി പറയുന്നുണ്ട് ഇടയ്ക്കൊരിക്കൽ ജയറാം വന്നിട്ട് പോയെന്ന്. ജോലിക്കാരിയാണ് ലക്ഷ്മി. ഫോറൻസിക് ആളുകൾ വരുന്നതുവരെ ദിവ്യയുടെ റൂം CC ചെയ്യാൻ പറയുന്നു. കുറച്ചു കഴിഞ്ഞതും വിക്രമിന്റെ ആളുകൾ ജയറാമിനെയും കൂട്ടി വരുന്നുണ്ട്. ഭാര്യ സൂസൈഡ് ചെയ്തെന്ന് അറിഞ്ഞ ജയറാം ഷോക്കായി നിൽക്കുന്നു. ഇത് കൊലപാതകമാണെന്ന് ജയറാമിനോടും വിക്രം പറയുന്നുണ്ട്. എവിടെയായിരുന്നു ഈ സമയം വരെ എന്ന് വിക്രം ചോദിക്കുമ്പോൾ എയർപോർട്ടിൽ പോയതെന്ന് ജയറാം പറയുന്നു. 8 മണിക്കാണ് പോയതെന്ന് പറയുന്നു. ഒന്നുകൂടി ഇപ്പോൾ പറഞ്ഞത് പറയാൻ പറയുന്നുണ്ട്. എന്നാൽ 8 മണിക്ക് എയർപോർട്ടിൽ പോയിട്ട് ഇടയ്ക്ക് ഒരു തവണ തിരിച്ചു വന്നെന്ന് ലക്ഷ്മി വീണ്ടും പറയുന്നു. ഞാനൊരു ഫയൽ എടുക്കാൻ വന്നതാണെന്നും അതെടുത്ത് അപ്പോൾ തന്നെ ഞാൻ പോയി എന്നും ജയറാം പറയുന്നു. CC ക്യാമറ ചെക്ക് ചെയ്ത വിക്രം അത് ശരിയാണെന്ന് മനസ്സിലാക്കി. വന്ന 2 മിനിറ്റിനുള്ളിൽ ജയറാം പോകുന്നുണ്ട്. ദിവ്യ സൂസൈഡ് ചെയ്തത് 2 മണിക്ക്. പോലീസിനെ ലക്ഷ്മി വിളിക്കുന്നത് 2:05. പോലീസിനെ തന്നെയാണ് ആദ്യം വിളിച്ചതെന്ന് ലക്ഷ്മി പറയുന്നത് വിക്രം വിശ്വസിച്ചിട്ടില്ല. വീണ്ടും ചോദിക്കുമ്പോൾ പേടിച്ച് ലക്ഷ്മി സത്യം പറഞ്ഞു. ഞാൻ ജയറാം സാറിനെയാണ് ആദ്യം വിളിച്ചതെന്ന്. അപ്പോൾ ജയറാം പോലീസിനെ അറിയിക്കാൻ പറയുന്നു. വിക്രം ചോദിക്കുന്നുണ്ട് ഓൾറെഡി ദിവ്യ മരിച്ചതറിഞ്ഞ നിങ്ങൾ പുതിയതായി ഈ ന്യൂസ് കേൾക്കുന്നത് പോലെ എന്നോട് അഭിനയിച്ചത് എന്തിനാണെന്ന്. എന്നോടുള്ള ദേഷ്യം കൊണ്ടാവാം അവൾ സൂസൈഡ് ചെയ്തത്. അതുകൊണ്ട് ഈ കേസിന്റെ നേർക്കു തന്നെ വരാം. അതുകൊണ്ടാണ് പോലീസിനെ അറിയിക്കാൻ ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞതെന്ന് ജയറാം പറയുമ്പോഴും വിക്രമിന് സംശയം കൂടി വന്നു. ജയറാമിനെ രക്ഷിക്കാൻ ലക്ഷ്മി കള്ളം പറയണമെങ്കിൽ ഇവരെ തമ്മിൽ സാധാരണ ബന്ധമാവില്ല. നന്നായി പേടിച്ച് വിക്രം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ലക്ഷ്മി എല്ലാം പറഞ്ഞു. അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കാനാണോ ദിവ്യയെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ രണ്ടാളും പറയുന്നുണ്ട് ഞങ്ങൾ കൊന്നിട്ടില്ലെന്ന്. ആ സമയം വിക്രം ഒരു ഫാമിലി ഫോട്ടോ കാണുന്നു. അത് ജയറാമിന്റെ ആദ്യത്തെ ഭാര്യയും മോനുമുള്ള ഫോട്ടോ ആണ്. ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു. എന്നാൽ അവരുടെ മകൻ വിനോദ് മുകളിലത്തെ 3ാമത്തെ നിലയിലുണ്ട്. അവനൊരു സ്പെഷ്യൽ കിഡാണ്. അവന്റെ അമ്മ മരിച്ച ശേഷം ഡിപ്രഷനിലായ അവൻ ആരോടും മിണ്ടാറില്ല. റൂമിലേക്ക് പോകുമ്പോൾ വിനോദ് അവന്റെ അമ്മയുടെ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു. വിക്രം അവനോട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു. എന്നും നീ എത്ര മണിക്കാണ് ഉറങ്ങുന്നതെന്ന് വിക്രം ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് 10:30 എന്നാൽ ഇന്ന് ഉറങ്ങിയത് 10:35 പറയുന്നു. പിന്നെന്തിനാ ഈ 2 മണി കഴിഞ്ഞ് നീ ഉറങ്ങാതിരിക്കുന്നതെന്ന് വിക്രം ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് പുറത്ത് കരച്ചിൽ കേട്ട് ഡിസ്റ്റർബ്ഡായി എണീറ്റതാണെന്ന്. പിന്നീട് ഉറക്കം വന്നില്ലെന്ന്. അത് കേട്ടതും വിക്രം നേരെ ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു. ഫുൾ ടൈം താൻ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ കുട്ടിയുടെ കരച്ചിൽ കേട്ട് വിനോദ് നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി. ഇടയ്ക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയി. അവിടെ എന്റെ മോൾ മാനസ ഒറ്റയ്ക്കാണ്. ആ സമയത്താവും വിനോദ് താഴെ വന്നത്. രാംബാബു മാനസയെ കൂട്ടിക്കൊണ്ടുവരുന്നു. 9th അവൾ പഠിക്കുന്നത്. ദിവ്യ മരിച്ചതും നിന്റെ അമ്മയെ സംശയിക്കുന്നുണ്ടെന്നും അവർ പറയുന്നു.
നിന്റെ അമ്മയെ രക്ഷിക്കണമെങ്കിൽ നീ ഞങ്ങളോട് സഹകരിക്കണമെന്നവർ പറയുന്നു. വിക്രം ഡയറക്റ്റ് ആയി ചോദിക്കുന്നു, നീ എന്തിനാണ് ദിവ്യയെ കൊന്നതെന്ന്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. വിക്രം മാനസിയുടെ നഖത്തിനടിയിൽ നിന്ന് എന്തൊക്കെയോ വാക്സ് ടൂത്ത് പിക്കിലൂടെ എടുക്കുന്നു. എന്നിട്ട് ലാബിൽ അയക്കാൻ പറയുന്നു. വിക്രം ദിവ്യയുടെ മുറിയിൽ വന്നതും ഒരു ചെറിയ കല്ല് കിട്ടിയിരുന്നില്ലേ, അത് മാനസിയുടെ കമ്മലിൽ നിന്നായിരുന്നു. മാനസിയുടെ കഴുത്തിലും പാടുകൾ ഉണ്ടായിരുന്നു. ദിവ്യ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റിയതാവാം. ലക്ഷ്മി, അതായത് നിന്റെ അമ്മ കുറ്റമേറ്റെടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ലക്ഷ്മി ജയിലിൽ കിടക്കേണ്ടി വരും. നീയാണെങ്കിൽ കുറച്ചുനാൾ ജയിലിൽ പോവുകയുള്ളൂ എന്ന് വിക്രം പറയുന്നുണ്ട്. ഒടുവിൽ മാനസ കുറ്റം സമ്മതിക്കുന്നു, താനാണ് കൊന്നതെന്ന്. ഇടയ്ക്ക് ലക്ഷ്മി വീട്ടിൽ വന്നിരുന്നല്ലോ മഴയത്ത്. വീട് നന്നായി ചോരുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് സമയമെടുക്കും ചോർച്ച തടയാൻ. മാനസയോട് ലക്ഷ്മി പറയുന്നു, നീ അങ്ങോട്ടേക്ക് പോവൂ, അവിടെ ദിവ്യയും കുട്ടിയും ഒറ്റയ്ക്കാണെന്ന് പറയുന്നു. അങ്ങനെ മാനസ കുട്ടിയുടെ കരച്ചിൽ മാറ്റുന്നു. എന്നാൽ മുകളിൽ നിന്ന് ദിവ്യ ലക്ഷ്മിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. റൂം ക്ലീൻ ചെയ്യാനായിരുന്നു ദിവ്യ വിളിച്ചത്. എന്നാൽ ലക്ഷ്മിക്ക് പകരം ലക്ഷ്മിയുടെ മകൾ മാനസ വന്നത് ദിവ്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. നിന്റെയൊക്കെ ജന്മം നാണംകെട്ട ജന്മമാണെന്നും കാശിനു വേണ്ടി നീയും നിന്റെ അമ്മയും ആരുടെ കൂടെ വേണമെങ്കിലും കിടക്കും എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ് ദിവ്യ അവളെ ചവിട്ടി താഴേക്കിടുന്നു. എണീറ്റ മാനസ ദിവ്യയെ കവിളത്ത് അടിക്കുന്നു. ദിവ്യ തിരിച്ചും അടിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിപിടിയിൽ ദിവ്യ ഭിത്തിയിലേക്ക് തലയിടിച്ചു വീണ് ബോധം പോയി. മാനസ ഓടിച്ചെന്ന് ലക്ഷ്മിയോട് എല്ലാം പറയുന്നു. ദിവ്യ അപ്പോഴേക്കും മരിച്ചിരുന്നു. തന്റെ മകളെ രക്ഷിക്കാനായി മൃതദേഹം അവർ കെട്ടിത്തൂക്കുന്നു. ദിവ്യയെ കൊല്ലാനുള്ള ആഗ്രഹം തനിക്ക് എപ്പോഴും ഉണ്ടെന്ന് മാനസ പറയുന്നു. വിക്രം കാരണം ചോദിക്കുന്നുണ്ട്. ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിട്ടും എല്ലാവരും തന്നെ കളിയാക്കുന്നു. അച്ഛനില്ലാത്തതിന്റെ പേരിൽ തന്റെ അച്ഛൻ ആരാണെന്ന് ലക്ഷ്മിയോട് മാനസ ചോദിക്കുന്നു. പറയാത്തതിന്റെ പേരിൽ മാനസ കൈമുറിക്കുന്നു. ഒടുവിൽ ലക്ഷ്മിക്ക് ജയറാം ആണെന്ന് പറയേണ്ടി വരുന്നു. അത് കേട്ടതും മാനസയ്ക്ക് സന്തോഷമാണ് തോന്നിയത്. ഞാനും എന്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. എന്നാൽ മാനസ കാണുമ്പോഴൊക്കെ ദിവ്യ തന്റെ അമ്മയെ ശകാരിക്കുന്നതാണ്. അതോടെ ദിവ്യയോട് മാനസയ്ക്ക് പക വളർന്നു. അതിനാലാണ് എനിക്ക് കൊല്ലാൻ തോന്നിയതെന്ന് മാനസ പറയുന്നു. പിറ്റേന്ന് ഫോറൻസിക് വരുന്നു. മാനസയെയും അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഫോറൻസിക് റിപ്പോർട്ട് റിസൾട്ട് വാങ്ങാൻ ആദിത്യനും വിക്രമും ആണ് പോയത്. റിപ്പോർട്ട് വേറൊരു സ്ഥലത്ത് നിന്നാണ് വരേണ്ടത്. എന്നാൽ ഡോക്ടർ വേണ്ട ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. ദിവ്യ മരിച്ചത് തലക്കേറ്റ ക്ഷതം കൊണ്ടല്ല, മറിച്ച് ചെറിയ പൊട്ടൽ മാത്രമേ തലയിലുള്ളൂ. അവളുടെ ബോഡിയിൽ പോയിസൺ കണ്ടെത്തിയിരിക്കുന്നു. ഒരു റെയർ കോമ്പൗണ്ട്. അതിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നാലേ എന്താണെന്ന് മനസ്സിലാവൂ. ഇവിടെ ട്വിസ്റ്റ് എന്തെന്നാൽ ദിവ്യയുടെ മരണത്തിന് കാരണമായ ലക്ഷ്മിയും മാനസിയും നിരപരാധികളാണ്. ദിവ്യ മരിച്ചിരിക്കുന്നത് പോയിസൺ അകത്ത് ചെന്നാണ്. ഇത് കേട്ടതും ആദിത്യനും വിക്രമും ജയറാമിന്റെ അടുത്ത് പോകുന്നു. ഇവർ പോകുമ്പോൾ ജയറാമും മകൻ വിനോദും ഭക്ഷണം കഴിക്കുകയായിരുന്നു. പോയിസൺ അകത്ത് ചെന്നാണ് ദിവ്യ മരിച്ചതെന്ന് വിക്രം പറയുമ്പോൾ പെട്ടെന്ന് വിനോദ് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഗ്ലാസ് താഴേക്കിടുന്നു. വിനോദ് പെട്ടെന്ന് മുകളിലേക്ക് ഓടിക്കയറി ഷെൽഫിന്റെ ബാക്ക് സൈഡിൽ ഒളിച്ചിരിക്കുന്നു. എത്ര വിളിച്ചിട്ടും അവൻ വന്നില്ല. വിക്രം റൂം മൊത്തം സെർച്ച് ചെയ്യുന്നു. 3 അറകളുള്ള ഷെൽഫുണ്ട്. അതിൽ ഒരു അറയിൽ മാത്രം സാധനങ്ങൾ. രണ്ടാമത്തെ അറ എംപ്റ്റി ആണ്. മൂന്നാമത്തെ അറ ക്ലോസ്ഡ് ആണ്. കീ ചോദിക്കുമ്പോൾ കാണാനില്ലെന്ന് പറയുന്നു. ഇതോടെ വിക്രമിന് കൺഫേം ആയി ആ അറയിൽ സാധനങ്ങൾ ഉണ്ടെന്ന്. എന്നാൽ വിനോദിന്റെ അമ്മയുടെ ഫോട്ടോയുടെ ബാക്കിൽ നിന്ന് അവർക്ക് ആ കീ കിട്ടുന്നു. ആ അറ ഓപ്പൺ ചെയ്തു. അതിൽ വിനോദിന്റെ അമ്മയുടെ സാരികൾക്കിടയിൽ നിന്ന് ഒരു കുപ്പി കിട്ടുന്നു. വിക്രം ആ കുപ്പിയെടുത്ത് ജയറാമനോട് കുടിക്കാൻ പറയുന്നു. എന്നാൽ അതോടെ വിനോദ് ഓടി വന്ന് ആ കുപ്പി തട്ടിക്കളയുന്നു. വിനോദ് പറയുന്നുണ്ട്, ആ കുപ്പിയിൽ മരണമാണ്. അതെ, ഞാൻ തന്നെയാണ് കൊന്നത്. ഇനിയാണ് ആ കാര്യങ്ങൾ കാണിക്കുന്നത്. കുട്ടി കരഞ്ഞതും വിനോദ് താഴേക്ക് പോയിരുന്നില്ലേ. കുറച്ച് വെള്ളം കൊണ്ടുവരാനായിട്ട് ദിവ്യ ലക്ഷ്മിയെ വിളിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി ഇല്ലാത്ത കാരണം വിനോദ് ഒരു ജ്യൂസിൽ ആ പോയിസൺ ചേർത്ത് ദിവ്യയ്ക്ക് കൊടുക്കുന്നു. ദിവ്യ കുടിച്ചതിനു ശേഷമാണ് മാനസ അവിടേക്ക് വന്നതും അടി നടന്നതും. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വിക്രം ചോദിക്കുമ്പോൾ അവൾ ഒരു ഡെവിൾ ആണെന്നാണ് വിനോദ് പറയുന്നത്. എനിക്ക് എന്റെ അമ്മ സരസ്വതിയെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ എന്റെ അമ്മയും അച്ഛനും നിരന്തരം വഴക്കിട്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം സരസ്വതി മരിക്കുമെന്ന് പറയുമ്പോൾ മരിക്കൂ എന്ന് ജയറാം പറഞ്ഞതും സരസ്വതി പോയിസൺ കുടിക്കാൻ പോകുന്നു. എന്നാൽ ജയറാം ആ കുപ്പി തട്ടിക്കളഞ്ഞു. ആ കുപ്പി ഉരുണ്ടുപോയത് വിനോദിന്റെ അടുത്തേക്കാണ്. അവൻ ഭയന്ന് ആ കുപ്പി ഒളിപ്പിച്ചു വെച്ചു. സരസ്വതിയോട് പറയുന്നുണ്ട്, അമ്മ എന്നെ വിട്ടു പോവല്ലേ എന്ന്. എന്നാൽ ക്യാൻസർ വന്ന് സരസ്വതി മരിക്കുകയായിരുന്നു. അങ്ങനെ ജയറാം വിനോദിന് പുതിയ അമ്മയാണെന്ന് പറഞ്ഞ് ദിവ്യയെ കാണിച്ചു. എന്നാൽ ദിവ്യ ഒരു മകനോടെന്ന രീതിയിലല്ല വിനോദിനോട് പെരുമാറിയത്. നിരന്തരം അവനെ ശകാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് വിനോദിന് ദിവ്യയോട് പകയുണ്ടാവുന്നത്. ഒടുവിൽ കുറ്റം തെളിഞ്ഞു. വിനോദിനെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കുന്നു. പിന്നീട് ഫോറൻസിക്കിൽ നിന്ന് ഡോക്ടറുടെ കോള് വരുന്നു. ദിവ്യയുടെ ബോഡിയിലുള്ള സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ വിനോദ് കൊടുത്ത പോയിസൺ ആയിരുന്നില്ല. വീണ്ടും കഥ ട്വിസ്റ്റിൽ നിന്ന് ട്വിസ്റ്റിലേക്ക്. വിനോദ് കൊടുത്തത് റോങ്കൈറ്റിസിനുള്ള മെഡിസിൻ ആയിരുന്നു.
അത് ഉള്ളിൽ ചെന്നാൽ കോമയോ ലൂസ് മോഷൻ പോലുള്ള അസ്വസ്ഥതകളെ ഉണ്ടാകൂ, മരണപ്പെടില്ല. ദിവ്യയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയത് ഒരു റയർ പോയിസൺ ആണ്. അതൊരു സ്ലോ പോയിസൺ ആണ്. ഇത് ഉള്ളിൽ ചെന്നാൽ 4 to 5 hours മരിക്കും. വേറൊരു പ്രത്യേകത, ഈ പോയിസൺ പോസ്റ്റ്മോർട്ടത്തിൽ പോലും കണ്ടെത്താൻ സാധിക്കില്ല. പെട്ടെന്ന് വിക്രമിന് ജയറാമിന്റെ കോള് വരുന്നു. വിക്രം അവിടെ ചെന്നപ്പോൾ ജയറാമിന്റെ കൂടെ വേറൊരാൾ ഉണ്ടായിരുന്നു. അയൽവാസിയായിരുന്ന അദ്ദേഹം ദിവ്യ മരിച്ച ദിവസം വീടിനടുത്ത് ഒരു സ്ട്രേഞ്ചറിനെ കണ്ടെന്ന് പറയുന്നു. അയാൾ ഡൽഹിയിൽ പോകാൻ നിൽക്കുമ്പോഴാണ് അയാളെ കണ്ടത്. ഡൽഹിയിലേക്ക് പോയി തിരിച്ചു വന്ന ശേഷമാണ് ദിവ്യന്റെ മരണം അറിയുന്നത്. ആ സ്ട്രേഞ്ചർ ഒരു റെയിൻകോട്ട് ധരിച്ച കാരണം മുഖം വ്യക്തമല്ല. എന്നാൽ എന്റെ ടെറസിൽ CC ക്യാമിൽ ക്യാപ്ചർ ആയിട്ടുണ്ടാകുമെന്ന് അയൽവാസി പറയുന്നു. CC ക്യാമറയിൽ കാണുന്നത് റെയിൻകോട്ട് ധരിച്ച ഒരാൾ ദിവ്യയുടെ റൂമിലേക്ക് സൺസൈഡ് വഴി വലിഞ്ഞു കയറുന്നതും കുറച്ചു കഴിഞ്ഞ് തിരിച്ചു പോകുന്നതുമാണ്. മുഖം വ്യക്തമല്ല, ഏകദേശം ജയറാമിന്റെ ഹൈറ്റ് ഉണ്ട്. പിന്നീട് വിക്രം ഒരു വർക്ക്ഷോപ്പിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ തീ പിടിച്ചെന്ന് പറഞ്ഞ് വിക്രമിന് കോള് വരുന്നുണ്ട്. ആരോ മനഃപൂർവ്വം തീയിട്ടതാണ്, അവിടുത്തെ റിപ്പോർട്ടുകളും തെളിവുകളും നശിപ്പിക്കാൻ. അവിടെ വെച്ച് വിക്രമിന് ഒരു ചെറിയ കഷ്ണം പേപ്പർ കിട്ടുന്നു. അത് ആദിത്യന്റെ ഐഡിയ ആയിരുന്നു. കുറ്റവാളി ആരാണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞ് വിക്രം ആദിത്യനെ തേടി പോകുന്നു. ആദിത്യന്റെ വീട്ടിനുള്ളിൽ കയറി, എന്നാൽ അയാൾ അവിടെങ്ങുമില്ല. ഈ കേസിനെ പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്തു വെച്ചിരിക്കുന്നതായി വിക്രം കണ്ടു. പരിശോധനയ്ക്കിടെ ബാക്കിൽ വന്ന് ആദിത്യ വിക്രമിനെ ആക്രമിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് നടന്ന ശേഷം വിക്രമിന് ബോധം പോയി. ബോധം വന്ന ശേഷം വിക്രം കെട്ടിയിട്ട നിലയിലായിരുന്നു. ആദിത്യ വിക്രമിനോട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും സ്മാർട്ടായി നടത്തിയ കൊലപാതകം നീ സോൾവ് ചെയ്തിരിക്കുന്നു. വിക്രം ചോദിക്കുന്നുണ്ട്, ദിവ്യയെ കൊന്ന പോലെ എന്നെയും നീ കൊല്ലാനാണോ പ്ലാൻ എന്ന്. എന്നാൽ ആദിത്യൻ പറയുന്നു, നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് അതല്ല. ദിവ്യയെ കൊന്നത് ഞാനല്ലല്ലോ, നീയല്ലേ. ഇവിടെയാണ് ആ ബിഗ് ട്വിസ്റ്റ് നടക്കുന്നത്. ദിവ്യയെ യഥാർത്ഥത്തിൽ കൊന്നത് വിക്രമായിരുന്നു. തന്റെ സീക്രട്ട് പുറത്തറിഞ്ഞതിന്റെ ഞെട്ടലിലായിരുന്നു വിക്രം. ഇനി ഫ്ലാഷ് ബാക്കിലേക്കാണ്. ആദ്യം ഒന്നും ആദിത്യന് വിക്രമിന് സംശയമുണ്ടായിരുന്നില്ല. CCTV ഫുട്ടേജ് കണ്ട ശേഷം കൊലയാളിക്കും ദിവ്യയ്ക്കും എന്തോ കണക്ഷൻ ഉണ്ടെന്നും അയാൾ വീടിന് പുറത്തുള്ള ആളാണെന്നും മനസ്സിലായി. ആ സമയം ആദിത്യ തന്റെ സ്വന്തം ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ദിവ്യ തന്റെ ബ്രദറിന്റെ വൈഫാണെന്ന് മാത്രമേ ആദിത്യന് അറിയൂ. ദിവ്യ പഠിച്ചു വളർന്ന നാട്ടിൽ പോകുന്ന ആദിത്യന് അവിടെയുള്ള ഒരു സ്ത്രീ ദിവ്യയുമായി ബന്ധപ്പെട്ട ഒരു ബോക്സ് കൊടുക്കുന്നു. അതിൽ വിക്രം ദിവ്യയ്ക്ക് എഴുതിയ കത്തുണ്ടായിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന വിക്രം തന്നെയാണ് ഈ കത്തിലുള്ള വിക്രമെന്ന് ആദിത്യന് ഉറപ്പായി. വിക്രമിനെ പിന്നീട് ആദിത്യ ഫോളോ ചെയ്യുന്നു. ഡോക്ടർ ദിവ്യയുടെ ബോഡിയിൽ പോയിസൺ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ വിക്രമിന്റെ എക്സ്പ്രഷൻ മാറുന്നത് ആദിത്യൻ ശ്രദ്ധിച്ചിരുന്നു. വിക്രം ഒരു വാച്ചിന്റെ കടയിൽ വാച്ചിന്റെ ക്രൗൺ മാറ്റാൻ പോയതും ആദിത്യ കണ്ടിരുന്നു. ദിവ്യയുടെ ക്രൈം അന്വേഷിക്കാൻ വന്ന സമയത്തും വിക്രമിന്റെ വാച്ച് വർക്കിംഗ് അല്ല. വിക്രം ചുമരിലെ ക്ലോക്ക് നോക്കുന്നതും ആദിത്യൻ ഓർക്കുന്നു. വിക്രമിന്റെ വാച്ച് നിന്ന സമയം തന്നെയാണ് ദിവ്യയുടെ കൊലയാളി എറിഞ്ഞുപോയ സമയവും. വാച്ചിന്റെ ക്രൗൺ പാർട്സും ആദിത്യന് ആ പരിസരത്ത് നിന്നും കിട്ടി. അതിലൊരു സബ്സ്റ്റൻസ് പറ്റിക്കിടക്കുന്നത് ടെസ്റ്റിന് അയച്ചപ്പോൾ അത് ബോഡിയിൽ കണ്ട സെയിം ഡ്രഗ് ആയിരുന്നു. കോസ്റ്റ്ലി വാച്ച് ആയതുകൊണ്ട് തന്നെ വാങ്ങിയ ആളുടെ ഡീറ്റെയിൽസ് എല്ലാം വാച്ചിന്റെ ഷോപ്പിൽ നിന്നും ആദിത്യൻ ശേഖരിച്ചു. അങ്ങനെ വിക്രമിനെതിരെ ശക്തമായ തെളിവ് ആദിത്യനെ കിട്ടുന്നു. ദിവ്യയെ കൊന്ന രാത്രി സ്റ്റേഷനിൽ കോൾ വരാനായി വിക്രം വെയിറ്റിംഗ് ആയിരുന്നു. കോള് വന്നതും വിക്രം ദിവ്യയുടെ വീട്ടിൽ എത്തി. കണ്ട കാഴ്ച വിക്രമിനെ ഞെട്ടിച്ചു. കട്ടിലിൽ കിടക്കേണ്ട ബോഡി തൂങ്ങി മരിച്ച നിലയിൽ. അതോടെ വിക്രമിന് മനസ്സിലായി ഈ കൊലയിൽ വേറെ ആരോ ഇൻവോൾവ് ആണെന്ന്. അതാരാണെന്ന് കണ്ടുപിടിച്ച് ഈ കൊല അയാളുടെ തലയിൽ കെട്ടിവെക്കാനാണ് പിന്നീട് വിക്രമിന്റെ പ്ലാൻ. എന്നാൽ ആദിത്യന്റെ കടന്നുവരവ് വിക്രമിനെ ഭയപ്പെടുത്തി. NI ഉദ്യോഗസ്ഥനാണല്ലോ ആദിത്യൻ. ഡ്രഗ് കണ്ടെത്തിയതും CCTV ഫുട്ടേജിൽ കൊലയാളിയെ കണ്ടെത്തിയതും ചെയ്തതോടുകൂടി വിക്രം കുടുങ്ങിയെന്ന് ഏകദേശം വിക്രമിന് മനസ്സിലായി. അങ്ങനെയാണ് ആദിത്യനെ ഈ കേസിൽ കൊടുക്കാൻ വിക്രം പ്ലാൻ ചെയ്യുന്നത്. വിക്രം തന്നെ കൊടുക്കുമെന്ന് ആദിത്യന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആദിത്യൻ കോൺസ്റ്റബിൾ രാംബാബുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ തീയിട്ടതും ഇത് ആദിത്യനാണെന്ന് വരുത്തി തീർക്കാൻ ആദിത്യന്റെ ഐഡിയ അടങ്ങുന്ന പേപ്പർ കത്തിച്ചിട്ടതും വിക്രം തന്നെയാണ്. തെളിവുകളെല്ലാം നിനക്കെതിരെയാണ്. ഈ ഫയലിൽ അതിന്റെ തെളിവുണ്ടെന്ന് ആദിത്യൻ പറയുന്നു. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് NI ഓഫീസിലാണ്. ഇവിടെയെല്ലാം റെക്കോർഡിംഗ് ആണ്. നിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമെന്ന് ആദിത്യൻ പറയുന്നു. അതിനു മുമ്പ് ദിവ്യയെ കൊന്നത് എന്തിനെന്ന് അറിയണം. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വിക്രമിന്റെ കുട്ടിക്കാലം വളരെ കഷ്ടത്തിലും പട്ടിണിയും നിറഞ്ഞതായിരുന്നു. ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ അത് സ്റ്റഡീസിലൂടെ മാത്രമേ കഴിയൂ എന്നവൻ മനസ്സിലാക്കി. അവന്റെ അമ്മ മരിച്ചിട്ടും അവൻ ചെറിയ ചെറിയ ജോലി ചെയ്ത് പഠനം കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴാണ് അനാഥയായ ദിവ്യയുടെ കടന്നുവരവും. ഇരുവരും പ്രണയത്തിലായി. പിന്നീട് വിക്രമിന് പോലീസ് സെലക്ഷൻ കിട്ടുന്നു. ദിവ്യയ്ക്കും ഏറെ ഹാപ്പിയായി. ട്രെയിനിങ്ങിലെ മികവും ജോലിയിലെ സിൻസിയറിറ്റിയും കണ്ട് സീനിയർ പോലീസ് ഓഫീസർ അവനെ ഏറെ ഇഷ്ടപ്പെട്ടു. തന്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചു. അത്രയും വലിയ അവസരം തട്ടിക്കളയാൻ വിക്രമിന് തോന്നിയില്ല. ദിവ്യയുമായി ബന്ധം അവസാനിപ്പിച്ച് അയാളുടെ മകളെ വിവാഹം ചെയ്തു.
എന്നാൽ ദിവ്യയെ ഉപേക്ഷിച്ചതിന്റെ കുറ്റബോധം അവനെ അലട്ടിയിരുന്നു. ഒരു ദിവസം ദിവ്യയുടെ കോള് വന്നു. അവൻ പേടിച്ചു. ടിവിയിലെ വിക്രമിന്റെ ന്യൂസ് എല്ലാം കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യാനാണ് ദിവ്യ വിളിച്ചത്. വിക്രമിന്റെ വൈഫിന്റെ സൗണ്ട് കേൾക്കുന്നു. അതോടെ വിക്രം ഹാപ്പിയാണെന്ന് ദിവ്യയ്ക്ക് മനസ്സിലായി. ഇവിടെ ദിവ്യന്റെ ലൈഫ് ജയറാമിന്റെ കൂടെ ഒട്ടും ഹാപ്പി അല്ലല്ലോ. നീ എന്ത് കാരണത്താലാണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് ദിവ്യ ചോദിക്കുമ്പോൾ ആദിത്യന് മറുപടിയില്ല. വിക്രം ഫോൺ കട്ട് ചെയ്തു. നിരന്തരം ദിവ്യ ഇതും പറഞ്ഞ് വിക്രമിനെ വിളിക്കും. എന്നെ കൂട്ടിക്കൊണ്ടുപോകൂ, നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് അതൊരു ഭീഷണിയായി. നിന്റെ ഭാര്യയോട് ഞാനെല്ലാം പറയുമെന്നും ദിവ്യ പറഞ്ഞു. ദിവ്യയെ കൊല്ലുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് വിക്രമിന് തോന്നി. ഒരിക്കൽ വിക്രം പിടിച്ചെടുത്ത ഡ്രഗ്സിൽ നിന്നും ഒരു ഡ്രഗ്സിന്റെ കുപ്പിയെടുത്ത് അതിനുള്ളിലേക്ക് തന്റെ വാച്ചിന്റെ ക്രൗൺ പാർട്ടിക്കിൾ ഇറക്കുന്നു. അങ്ങനെ തന്റെ വാച്ചിൽ സൂക്ഷിച്ച ആ ഡ്രഗ്സ് കൊണ്ട് ദിവ്യയുടെ അടുത്തെത്തി. നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് ദിവ്യയെ വിക്രം കെട്ടിപ്പിടിക്കുമ്പോഴാണ് ആ ഡ്രഗ് ക്രൗൺ പാർട്ട് ദിവ്യയുടെ ശരീരത്തോട് അമർത്തിപ്പിടിക്കുന്നു. വലിയ വേദനയില്ലാത്തതുകൊണ്ട് ദിവ്യ അത് കാര്യമാക്കിയില്ല. അവൾ കട്ടിലേക്ക് വീഴുമ്പോൾ അവൻ പോകാൻ നേരം ദിവ്യ പറയുന്നു, നിനക്ക് നമ്മുടെ കുഞ്ഞിനെ കാണേണ്ടേ എന്ന്. ഇതാണ് ഈ മൂവിയിലെ ലാസ്റ്റ് ട്വിസ്റ്റ്. ആ കുട്ടി യഥാർത്ഥത്തിൽ വിക്രമിന്റെ കുട്ടിയാണ്. ദിവ്യയെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ടായിരുന്നു വിക്രമിന് അത്രയും കുറ്റബോധം തോന്നിയത്. അങ്ങനെ വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ ദിവ്യയെ അതിൽ കാണുന്നതായി വിക്രമിന് തോന്നുന്നു. അവൾ അവനോട് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒന്നായെങ്കിൽ എത്ര നന്നായേനെ എന്ന്. മൊത്തത്തിൽ ത്രില്ലർ പ്രേമികൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഈ മൂവിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ പറയൂ. ഈ മൂവി റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. വേറൊരു മൂവി റിവ്യൂമായി വീണ്ടും കാണാം. താങ്ക്